ഒരു ദിവസം ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, ഇന്ന് എനിക്ക് നിന്റേതായിട്ടുള്ള സമയം എനിക്ക് വേണ്ടി തരണം. കേട്ടോ എൻ്റെ ഉപ്പമാര്, കേട്ടോ, ഇന്ന് നിന്റെ സമയം എനിക്ക് വേണ്ടിയിട്ട് തരണം. ആയിഷ ബീവി പറഞ്ഞു, കുഴപ്പമില്ല നബിയെ, അങ്ങക്ക് വേണ്ടി എന്ത് ഞാൻ തരും, എന്ത് സമയം വേണമെങ്കിലും തരും. അന്ന് ആയിഷ ബീവിയുടെ ഊഴാൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റ് പോവുകയാണ് നബി തങ്ങൾ. ആയിഷ ബീവി നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനെ കാണുന്നില്ല. ആയിഷ ബീവി കിടന്നുറങ്ങുന്ന സ്ഥലത്തെന്തോ കാലിൽ വെള്ളം ഇങ്ങനെ തട്ടുകയാണ്. എവിടെന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്, എവിടെന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ എഴുന്നേറ്റ് കൊണ്ട് പോവുകയാ. ഈ വെള്ളം ഒഴുകി വരുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെന്നുകൊണ്ട് നോക്കുമ്പോ ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു വൃത്തികേടും ചെയ്യാത്ത നമ്മുടെ മനസ്സിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ നബി തങ്ങൾ പൊട്ടിക്കരയുകയാ, നമസ്കാരത്തിൽ കിടന്നുകൊണ്ട് കരയുകയാ. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. നബിയേ, അങ്ങ് എന്ത് ചോദിച്ചാൽ ഞാൻ തരുമെന്ന് അല്ലാഹു തആല പറഞ്ഞുവല്ലോ. അങ്ങനെയുള്ള റസൂലുള്ളാഹി തങ്ങൾ നമസ്കാരത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, അന്നഹു ഖുബില, ഈ റസൂലുള്ളാഹി വഫാത്താകുമോ, ഈ അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞു പോകുമോ എന്ന് പോലും പേടിച്ചു പോയെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയാ, നമസ്കാരം കഴിഞ്ഞ നബി തങ്ങൾ ദുആ ചെയ്യാതെ എഴുന്നേറ്റ് ഓടാറില്ല. ഇന്ന് അപകടങ്ങൾ സംഭവിക്കുന്നില്ലേ, ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നില്ലേ, ഒരുപാട് പ്രയാസങ്ങൾ സംഭവിക്കുന്നില്ലേ, വാഹനങ്ങളുടേതായിട്ടുള്ള ഇടയിൽ പോയി പിടഞ്ഞു വീഴുന്നില്ലേ എന്റെ ചെറുപ്പക്കാരാ? ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടാ. നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് എഴുന്നേറ്റ് ഓടല്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അവിടെ ഇരുന്നിട്ട് റബ്ബേ فإذا فرغت فانصب وإلى ربك فارغب. നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ നീ നിന്റേതായിട്ടുള്ള നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ നീ ഒന്ന് ഉഷാറായിട്ടിരിക്കണം. നിന്റെ റബ്ബിലേക്ക് നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖേദിച്ചു നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ള മുഴുവൻ അല്ലാഹുവേ, എന്റേതായിട്ടുള്ള മുഗ്രാല് പുത്തൂരുള്ള എന്നെ പോലെ ആയുസ്സുള്ള എന്റേതേ പ്രായമുള്ള എന്നോടൊപ്പം കളിതമാശകൾ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് എന്നെ വിട്ട് പിരിഞ്ഞല്ല റബ്ബേ. ഇതേപോലെ എനിക്കൊരവസ്ഥ വരുത്തല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയെ കണ്ണുനീരിലാഴ്ത്തുന്ന ഒരു രോഗം വരുത്തല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തുകൊണ്ടാ നമുക്കൊന്ന് സമയമില്ലാതെ പോകുന്നത്? അതുകൊണ്ട് എഴുന്നേറ്റ് ഓടാതെ അപകടങ്ങൾ വരാതിരിക്കാ, പ്രിയപ്പെട്ട ഉപ്പാക്കുമ്മാക്ക് രോഗം വരാതിരിക്കാ, പൊട്ടിക്കരയാ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരി മഗ്രാര് പുത്തൂരിലുണ്ടെങ്കിൽ എന്റെ മുസ്ലിം യുവാക്കളെ, ഒരു മുസൽമാന്റെ ആദ്യത്തെ കടമയതാണ് അവന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മാറാ, ബുദ്ധിമുട്ടുകൾ മാറാ, കഷ്ടപ്പാട് മാറാ, ആവലാദികൾ മാറാ. അവൻ ദുആ ചെയ്യട്ടെ. ലോകത്തിന്റെ നേതാവേ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്ത് പറക്കല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹുവേ, ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് ഉറക്ക സ്വലാത്ത് ചൊല്ലുന്നവരെ നാളെ അല്ലാഹുവേ ആ മനുഷ്യന്റെ പേര് ഉറക്ക ചൊല്ലി വിളിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാൻ. നീ അല്ലാഹ്, നീ സ്വർഗം നൽകണേ റഹ്മാൻ. സഹോദരങ്ങളെ, ഷമീർ ദാരിക്കുള്ള വായന ഒന്നും കിട്ടൂലെന്നറിയാം, എന്നാലും ഒരു ദുആയെങ്കിലും കിട്ടിപ്പോയാൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, നിങ്ങളുടേതായിട്ടുള്ള യുവത്വകാലത്തിൽ ഒരു
ഒരു സെക്കൻഡ് പോലും നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാതെ മാറ്റി വെക്കരുത്. കാരണം റബ്ബിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോയി കഴിയുമ്പോ നിങ്ങളുടെ യുവത്വത്തെ കുറിച്ച് ചോദിക്കുമ്പോ ഒരു നീ യഥാർത്ഥമായിട്ട് മുസൽമാനാണെന്ന് പറയുന്നല്ലോ, പക്ഷേ മുസൽമാനാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് നിന്റെ റബ്ബിന് വേണ്ടി കൊടുത്തെന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ലാതെ കൈയും കെട്ടിയിട്ട് തലകുനിച്ച് നിൽക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ പെട്ടുപോകാൻ പാടില്ല എന്ന് ലോകത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അത് സ്വഹാബത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. ഇന്നേവരേക്ക് എന്റെ മുമ്പിലിരിക്കുന്ന മൊഗ്രാല് പുത്തൂരുകാരും ഈ ലോകത്തിന് കടന്നു വരാനിരിക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലേക്ക് ഊതാനിരിക്കുന്ന ആ സമയം വരെ ഈ ലോകത്താരൊക്കെയാണോ കടന്നു വരിക, ആ കടന്നു വരുന്ന മുഴുവൻ അല്ലാഹുവിന്റെ റസൂല് പറയാ, സദാസമയത്ത് നിങ്ങൾ പൊട്ടിക്കരയണം, റബ്ബിനെ ഓർത്തുകൊണ്ട് കരയണം, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയണം. ഇന്നിപ്പോൾ എത്ര ആളുകൾ ഇന്നിപ്പോൾ കരയുന്നുണ്ട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തുകൊണ്ട് ഇന്നിപ്പോൾ എത്ര ആളുകൾ കരയുന്നു. അവിടുത്തെ ജീവിതമില്ലല്ലോ, അതുണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയാണ് മുസൽമാന്റെ ജീവിതം എന്നുള്ള വിഷയം ഇവിടെ വെച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ ഒന്നുപോലും വിട്ടുപോകാതെ മനസ്സിന്റെ മനോമുഖരത്തിൽ കൊണ്ടുവരണം, ഒന്നുപോലും വിട്ടുപോകാൻ പാടില്ല. നബി തങ്ങൾ എന്ത് പറഞ്ഞു നമ്മൾ ചെയ്യണം. കള്ള് കുടിക്കല്ലേ, പലിശ മേടിക്കല്ലേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. പക്ഷെ അപ്പൊ ഒരു ചോദ്യം, എന്താ ഉസ്താദ് ഇന്നപ്പോ കള്ള് കുടിക്കുന്നവൻ അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്, അല്ലാത്തവനും കൊടുക്കുന്നുണ്ട്. ഓക്കേ, കാര്യം ശരി തന്നെയാണ്. അതിനെന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? ഇവിടെ ഒരുപാട് ഉസ്താദ്മാര് പറഞ്ഞിട്ടുള്ളത് ബിസ്മി മാത്രം. ഞാൻ ഒരു ദിവസം നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ വാങ്ങാനുണ്ട് ബിസ്മി മാത്രം. എന്റെ പ്രിയമുള്ളവരെ, ഈ ബിസ്മി എന്നുകൊണ്ടുണ്ടോ ഇതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട്. അള്ളാഹ്ക്ക് ഗുണം ചെയ്തവനും ഗുണം ചെയ്യാത്തവർക്കും അല്ലാഹു തആല നല്ല നല്ല ഉപകാരങ്ങൾ ചെയ്യുന്നില്ലേ? ഓരോരുത്തർക്കും ഇന്നിപ്പോ നമസ്കരിക്കാത്ത എത്ര ആളുകൾ നിങ്ങൾ കാണും? നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ ഇപ്പോ ചോദിക്കുന്നത്, എത്ര ആളുകൾ കാണും? ഇനി ഏവനായാലും ശരി, അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്നില്ലേ? എന്നിട്ട് പോലും നന്ദിയില്ലാത്തവനായി ഈ അല്ലാഹുവിന്റെ അണ്ടകടാകത്തിൽ അലോസരമായി ആർഭാടത്തിൽ പെട്ടുപോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് മനസ്സിലാക്കണം, റബ്ബേ ഇനിയെങ്കിലും അല്ലാഹുവിന്റെ കൽപ്പന, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൽപ്പന അംഗീകരിക്കാൻ പോവാൻ ഞാൻ ഇനി അല്ലാഹുവിന്റെ കള്ളുകുടിയിലേക്ക് ഞാൻ ഇനി പോകില്ല. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം കള്ളുകുടി ഹറാമാണല്ലോ, അല്ലാഹ് പോകാൻ പാടില്ല. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ആളുകൾ കള്ളിന്റെ പാട്ടകൾ അടിച്ചുളച്ച് തച്ച് തകർത്ത് കടന്നിട്ടുള്ള ഒരുപാട് സംഭവം നമുക്കറിയാമല്ലോ. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ? ഒരു പെണ്ണ്, അന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പെൺകുട്ടി ജനിച്ചു പോയാ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഒരവസ്ഥ കടന്നു വന്നപ്പോ എല്ലാ ആളുകളും പെൺകുട്ടികളെ കൊന്നുകളയുകയാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊല്ലാൻ കൊടുക്കാതിരുന്നാൽ ആ മനുഷ്യൻ ചെന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൊണ്ടുവരും. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൊണ്ടുവരുമ്പോ ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ടാൽ ഒരു പെണ്ണിന്റെ നാക്കും പൊങ്ങൂല. ഈ പൊന്നുമോളെ ഞാൻ തരില്ലെന്ന് പറയൂല, എന്റെ പൊന്നുമോളെ വിട്ടുതരില്ലെന്ന് പറയൂല, എന്റെ പൊന്നുമോളെ കൊല്ലല്ലെന്ന് പറയൂല. തങ്ങളെ കണ്ടാൽ ഉടൻ തന്നെ മുഴുവനും കൊടുക്കും. ഇന്നാന്നും പറഞ്ഞ് പെട്ടെന്ന് കൊടുത്തിട്ട് ഓടി വിളിക്കുന്ന ഒരു പതിവ് അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പേടിച്ചു പോയിട്ടുള്ള നൈൽ നദി പോലും അങ്ങനെയുള്ള യുവത്വത്തിന്റെ പ്രതീകമായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കള്ള് കുടിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ നബി തങ്ങളുടെ വാക്കിന് അംഗീകരിക്കാതെ അനുസരിക്കാതെ നടന്നു പോയാൽ ആദ്യം ഒരു താക്കീത് കൊടുക്കുമായിരുന്നു. ഇനി പാടില്ല, എന്റെ ഹബീബിന്റെ കൽപ്പന കള്ള് കുടിക്കരുത്. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോ നമ്മുടെ മുസ്ലിമുകൾ ഒന്നടങ്കം മാറിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോ കള്ള് കുടി ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടല്ലേ? അങ്ങനെ നമ്മുടെ ചിന്ത. ഇന്നിപ്പോ എന്താ, കള്ള് കുടിക്കലെന്നല്ല, ഹലാലായ കള്ള് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നായി. എന്താ, ഗവൺമെന്റിന്റെ കള്ള് മാത്രമേ കുടിക്കാവൂ, അല്ലാത്ത കള്ളൊക്കെ തനിച്ച ഹറാമും, ഇത് മാത്രം ഹലാൽ. സുന്ദരായി അല്ലേ? ഏത് കള്ളായാലും ലഹരി പിടിപ്പിക്കുന്ന ഏതൊരു വസ്തുവായാലും അതൊക്കെ തനിച്ച ഹറാമ് തന്നെയാണ്.
എന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാ, അല്ലാഹുവേ ഇന്ന് എന്റെ മുസൽമാന്റെ ജീവിതം എന്നുള്ള വിഷയം ഇവിടെ ഷമീർ ദാരിമി ഇവിടെ പറയുമ്പോ ഇനി മുതൽ ഞാൻ ശംഭു മേടിക്കില്ല, പാമ്പ്രാക്ക് മേടിക്കില്ല, ഗണേഷ് മേടിക്കില്ല. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പല പ്രാവശ്യവും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ കള്ള് കുടിക്കല്ലേ, അത് ഹറാമാണ്, പാമ്പ്രാക്ക് വെക്കല്ലേ എന്നെ ഉമ്മയും ഉപ്പയും തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അല്ലാഹു അതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് മുതൽ ഈ വാതിന്റെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ നേർച്ച ചെയ്യുകയാ, ഇനി ഞാൻ കള്ളു കൊടുക്കില്ല, ഇനി ഞാൻ ശംഭു വെക്കില്ല, ഇനി ഞാൻ പാമ്പ്രാക്ക് തിന്നില്ല. ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാർ ഈ സദസ്സിൽ യുവാക്കളോട് പറയാ, മാറ്റിവെക്കണം. മുസൽമാനെ സംബന്ധിച്ചോട് ഇതൊക്കെ ഹറാമാണ്. ഇതിന് വേണ്ടി ഉപയോഗിച്ച കാശ് അല്ലാഹു തആല ചോദിക്കും. ഔഷറയാകുന്ന കോടതിയിലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമ്പോ അവിടെന്ന് ചോദിക്കുന്നടാ, നിനക്ക് ഞാൻ നൽകിയിട്ടുള്ള കാശില്ലേ? ഓ, കാശ് കൊണ്ട് എന്താടാ നീ ചെയ്തിട്ടുള്ളത്? ആ സമയത്ത് ഒന്നും പറയാതിരിക്കാൻ പറ്റൂല, ഒന്നും പറയാതിരിക്കാൻ പറ്റൂല. നീ പറഞ്ഞില്ല എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ കൊണ്ട് കബറിലേക്ക് വെക്കുമ്പോ നിന്റെ എല്ലാ നന്മ തിന്മകളും എഴുതിയിട്ടുള്ള പേപ്പറില്ലേ നിന്റെ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. ആ പേപ്പറുമായിട്ട് മഹ്ശറയിലേക്ക് ചെല്ലുമ്പോ അല്ലാഹു പറയുന്നു, നീയൊന്നും പറയണ്ട, അവിടെ വെച്ചും കള്ളം പറയാ ഒരുങ്ങും. റബ്ബേ, ഞാൻ കള്ള് കുടിച്ചിട്ടില്ല, ഞാൻ ചീട്ട് കളിച്ചിട്ടില്ല, ഞാൻ പാമ്പ്രാക്ക് വെച്ചിട്ടില്ല. അല്ലാഹു തആല എന്താ ചെയ്യുന്നത് എന്നറിയോ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈകാലുകളൊക്കെ അല്ലാഹു തആല സംസാരിപ്പിക്കാൻ വായ സീൽ വെക്കും. അങ്ങനെ കൈകാലുകൾ പറയും, ഈ അല്ലാഹുവേ ഞാനാണ് കാശ് കൊടുത്തിട്ടുള്ളത്, ഞാനാണ് കാശ് കൊടുത്തിട്ടുള്ളത് എന്നിങ്ങനെ കൈകാലുകളൊക്കെ ഇങ്ങനെ പറയും. ആ സമയത്ത് പിന്നെ ഒരു രക്ഷ ഉണ്ടാകൂല. അതുകൊണ്ട് എന്റെ യുവാക്കളോട് പറയാ, ഇവിടെ വെച്ചുകൊണ്ട് മാറ്റിക്കോ, യഥാർത്ഥമായിട്ടുള്ള ഒരു മുസൽമാനായിക്കോ. ഇന്നതാ ജാബിർ എന്ന് പേരിട്ടിട്ട് കാര്യമില്ല, ഖദീജ എന്ന് പേരിട്ടിട്ട് കാര്യമില്ല, സുബൈർ എന്ന് പേരിട്ടിട്ട് കാര്യമില്ല, മുഹമ്മദ് മുസ്തഫ എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഓ, മുഹമ്മദ് മുസ്തഫാന്റെ ജീവിതം എന്റെയും നിന്റെയും ജീവിതത്തിൽ ഉണ്ടോ എന്നൊരു മാറ്റത്തിരുത്തലുകൾ നമ്മൾ വരുത്തണ്ടേ ചെറുപ്പക്കാരാ. അതില്ലാണ്ട് പോയാ 6 അടി മണ്ണാകുന്ന കബർ മുതൽ